അതിന്റെ എല്ലാ കാര്യങ്ങളും നമുക്ക് മീഡിയയോട് വെളിപ്പെടുത്താൻ സാധിക്കില്ല. അപ്പൊ ഈ പറയുന്നതല്ല മീഡിയയോടല്ലേ, അതെന്നാ എല്ലാം പറയാൻ പറ്റാത്ത? എല്ലാം അറിയാമെങ്കിലല്ലേ പറയാൻ പറ്റത്തുള്ളൂ. ഇങ്ങനെ പറഞ്ഞാലല്ലേ നാലാൾ ശ്രദ്ധിക്കത്തുള്ളൂ. അതിന്റെ എല്ലാ കാര്യങ്ങളും നമുക്ക് മീഡിയയോട് വെളിപ്പെടുത്താൻ സാധിക്കില്ല. നിങ്ങൾക്ക് സമ്പത്ത് വേണം, നിങ്ങൾ നെഗറ്റീവിൽ വരിക. സമ്പത്ത് വേണമെങ്കിൽ നെഗറ്റീവിൽ വരണം. ഓ, നെഗറ്റീവ് വന്നാൽ സമ്പത്തേ കിട്ടത്തുള്ളൂ. ഞാൻ ഓർത്തു കോടികളൊക്കെ കിട്ടുമായിരിക്കും. സമ്പത്ത് കുറച്ച് 10 രൂപ അതാർക്ക് വേണം? ഉണ്ടാക്കുമ്പോൾ കോടികളെങ്കിലും ഉണ്ടാക്കണ്ടേ? നെഗറ്റീവിൽ വരണം. ഭൂതപ്രേതങ്ങളെ കുപ്പിയിലേക്ക് വാഹിച്ചു കേട്ടു. ഭൂതപ്രേതങ്ങളെ കുപ്പിയിൽ പിച്ചാൻ നടക്കുന്നു. ബാലരമ്മയൊക്കെ കണ്ടുവച്ച് ഇള്ളാ കുഞ്ഞുകളിയാ. എത്ര ലിറ്ററിൻ്റെ ഭൂതമാ? അരയുടെ ആണോ 1-ൻ്റെ ആണോ? അതോ പൈൻ്റ് ആണോ? അതോ ചില യൂറോപ്യൻ രാജ്യങ്ങളിൽ മദാംസ് കാണിക്കുന്ന പോലെ കുപ്പിയിൽ വാതക വിൽപ്പനയാണോ? നരബലിയാണോ? ഈ നരബലി എന്ന് പറഞ്ഞാൽ എന്താ? മനുഷ്യന്റെ ബ്ലഡ് മാംസം. വരുന്നത് ബ്ലഡ് മാംസമാണ്. ഷവർമ്മയുടെ കൂടെയൊക്കെ അൽഫാമും ചെയ്തു കൊടുക്കും എന്ന് പറയുന്നത് പോലെ തന്നെ ഇവരുടെ മറ്റൊരു സർവീസാണ് നരബലി. നരബലിയും നല്ല വൃത്തിയായും ഭംഗിയായും ചെയ്തു കൊടുക്കുന്നതായിരിക്കും. വരുന്നത് ബ്ലഡ് മാംസമാണ്. ആരും കൈവെക്കാത്ത പുതിയൊരു ബിസിനസ്സാണിത്. ഇവർക്ക് ഏറ്റവും കൂടുതൽ ലോഡ് വരുന്നത് ബ്ലഡും മാംസവുമാണെന്ന് ഇവർ തന്നെ സമ്മതിക്കുന്നു. എക്സ്പോർട്ടിങ്ങോ ഇമ്പോർട്ടിങ്ങോ രണ്ടൊക്കെ പരിപാടിയാണ്. ഇതിനൊക്കെ ഏത് ബാങ്കാണോ ലോൺ കൊടുത്തത്? വെള്ളിമൂങ്ങ, ഇരുതലമൂരി, ഇങ്ങനത്തെ കുറെ സാധനങ്ങളുണ്ട്. കൂടാതെ ആമനക്ഷത്രം, മുള്ളിവേങ്ങ, വെള്ളിമൂങ്ങ, ഇരുതലമൂരി മുതലായ അനുബന്ധ ബിസിനസ്സുകളും ഉണ്ട്. ഒറ്റത്തലയുള്ള കിറുമിയുണ്ടോ? ഇത് ലൗഡ് സ്പീക്കറിലാണ്. ഇത് കറുത്തച്ഛൻ കേൾക്കുന്നുണ്ട്. ഓ, സ്വന്തമായിട്ട് ബ്ലൂടൂത്ത് ഒക്കെ ഉള്ള അച്ഛനാ. ബ്ലൂടൂത്ത് അച്ഛൻ. ഞങ്ങള് കറുത്തച്ഛന്റെ ഉപാസകരാ. കറുത്തച്ഛനെ ആരാധിക്കുന്ന ഉപാസിക്കുന്നോണ്ട് ഈ ഡ്രസ് ആണോ? ഞാന് ചുമന്ന അച്ഛന്റെ ഉപാസകന. ഇത് മാല ഞങ്ങൾ 6 കാലുള്ള സ്റ്റാർ, അതാണ് അതിന്റെ ചിഹ്നം. ഉത്സവപ്പറമ്പിൽ നിന്നാണോ പള്ളിപ്പെരുന്നാളിനാണോ മേടിച്ചേ? 2 ഓട്ടോമാറ്റിക് ബൾബൂടെ ഫിറ്റ് ചെയ്യാൻ പറ്റായിരുന്നോ? അവിടെ ഇവിടെയായിട്ട് മാറി മാറി കത്തിയേന്. കറുത്തച്ഛൻ എന്ന് പറയുന്നത് ഒരു നെഗറ്റീവ് പവറാണ്. നെഗറ്റീവിന് കറുത്തച്ഛന് മേലെ ഒരു നെഗറ്റീവ് പവർ ഇല്ല എന്നാണ് പറയുന്നത്. എടാ, സംഭവം എന്നാന്ന് വെച്ചാ അവന്റെ അച്ഛൻ കറുത്തതാണ്. അതവൻ നേരെ തിരിച്ചിട്ടപ്പോൾ കറുത്തച്ഛൻ. പിന്നെ അവന്റെ അച്ഛൻ ആയ കാലത്തെ ആ പ്രദേശത്ത് ഏറ്റവും വലിയ നെഗറ്റീവായിരുന്നു. അവന്റെ അച്ഛന്റെ നെഗറ്റീവിന് മുകളിൽ ആ പ്രദേശത്ത് വേറെ എങ്ങും ആരുമില്ല. അതുപോലത്തെ നെഗറ്റീവായിരുന്നു. അങ്ങനത്തെ ഒരാളാണ് അവന്റെ ദൈവം. മറ്റുള്ള ദൈവങ്ങൾ ആരാധന പോസിറ്റീവായിട്ടല്ലേ, നിങ്ങൾ നെഗറ്റീവായിട്ട് ആരാധിക്കുന്ന കാരണം എന്താ? അതായത് നിങ്ങൾക്ക് ശാന്തി വേണം, സമാധാനം വേണം, സന്തോഷം വേണം. നിങ്ങൾ അമ്പലങ്ങളിലോ പള്ളികളിലോ പോവുക, അവിടെ കിട്ടും ശാന്തി നിങ്ങൾക്ക് സമ്പത്ത് വേണം, നിങ്ങൾ നെഗറ്റീവിൽ വരിക. സമ്പത്ത് വേണമെങ്കിൽ നെഗറ്റീവിൽ വരണം. കാരണം എന്താ പറയാ, ദൈവങ്ങളൊന്നും പൊതുവെ നമുക്കുള്ള സമ്പത്ത് നിലനിർത്തി തരും, പക്ഷെ നമുക്ക് രണ്ടും 2 ഡിപ്പാർട്ട്മെന്റാ, 2 സെക്ഷനാ. നല്ല നല്ല ദൈവങ്ങളുടെ അടുത്ത് ശാന്തി സമാധാനം, സമ്പത്ത് ഇവരുടെ സെക്ഷനാ. നമ്മൾ ഇത്ര നാളും കരുതിയിരുന്നത് സമ്പത്തും നല്ല ദൈവങ്ങൾ തരും എന്നാണ് ഓർത്തത്. വകുപ്പ് മാറിയായിരുന്നു, അറിഞ്ഞില്ല.